അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു സ്ക്യൂരിൽ ഓടി പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ദിസ് ഈസ് ഇൻ സ്റ്റാർ ത്രോയ്, കാനഡയിൽ തന്നെ ലണ്ടനടുത്തുള്ളൊരു സ്ഥലമാണ്. എൻ്റെ കസിൻ്റെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ വീടാണ് ഇത്. ഒരു വീട് വാങ്ങിയത്. ഇവിടെ എല്ലാ വീടുകളുടെയും പ്രത്യേകത അവർക്ക് ബേസ്മെൻ്റ് ഉണ്ട്. മാരേജും എല്ലാം കൂടി ഉള്ള. അപ്പോൾ ഇവരുടെ ഒരു ഇൻകമാണ് വീടുണ്ടെങ്കിൽ ബേസ്മെൻറ്റിലേക്ക് നമുക്കിങ്ങനെ ആളെ താമസിപ്പിക്കാം. ഇത് പിന്നെ 1 ഫ്ലോർ ഉള്ളൂ. ബംഗ്ലാവ് എന്ന് നമ്മുടെ നാട്ടിലവിടെ UK ബംഗ്ലാവ് എന്ന് പറയുന്നതിന് അടുത്ത് വേറെ വീടുകളുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ട്രക്ചറിൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടിക പുറത്ത് ഒരു ഇഷ്ടിക ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് ആക്ച്വലി മരം കൊണ്ടാണ് മൊത്തം പണിയുന്നത്. ബേസ് മാത്രം കോൺക്രീറ്റ് ഇടുള്ളൂ. ബാക്കി സ്ട്രക്ചറും അപ്സ്റ്റെയറും ഒക്കെ മരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തണുപ്പ് കുറവാണ്. നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ചെറിയൊരു വീട്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായൊരു ലിവിങ് റൂമാണ്. ഇവിടെ ഇങ്ങനെ നല്ല സൗകര്യം, ഇങ്ങനെ ഷൂ ഒക്കെ വയ്ക്കാനും കോട്ടൊക്കെ തൂക്കിയിടാനൊക്കെ എല്ലാ സ്പേസും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടൈനി ബ്യൂട്ടിഫുൾ ബേഡാണ്, അതിൻ്റെ പേരറിയത്തില്ല. പിന്നെ ഇഷ്ടംപോലെ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആളുകളൊക്കെയും ഇങ്ങനെ കുറേ കാട് പ്രദേശം റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് മാറ്റിവിടെ അല്ലേ, അങ്ങനെയല്ലേ. പാർക്കിൽ ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഇവിടെ കളികളൊക്കെ നടക്കുന്നൊരു വലിയ സ്റ്റേഡിയം പോലെ ഉണ്ട്, ഓപ്പൺ സ്റ്റേഡിയമാണിത്. അതിൻ്റെ സ്കോർ കാണിക്കുന്ന ബോർഡാണിത്. നല്ല ഗ്രീനറി ആട്ടോ. എനിക്ക് ഗ്രീൻ കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ തുടങ്ങാനൊക്കെ പോകുന്നുള്ളൂ, വിൻ്റർ അങ്ങ് മാറി വരുന്നുള്ളൂ. അതാണ്. പിന്നെ Day 6 കാനഡ. നല്ലൊരു സ്പോട്ടിൽ, കാമ്പാൻകായിട്ടുള്ള സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നയാഗ്ര ഫോളിൻ്റെ റോറിങ് സൗണ്ടൊന്നുമില്ല, വളരെ ക്വയറ്റായിട്ട്. ഒരാളും എത്തിയിട്ടുമില്ല, കാരണം ഈ സമയത്ത് ഇവിടുത്തെ സമയം ഒരു 12 മണിയൊക്കെയാണ്. എല്ലാവരും ജോലിയിലാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് ഗൂസും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഡോഗ് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റോയ് എന്ന് പറഞ്ഞ അടുത്തുള്ള ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു 20 minutes 30 minutes വാക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു കാലാവസ്ഥയുമാണ്. നല്ല അടിപൊളിയായിരുന്നു. കുറേ ഷോപ്പിംഗ് ചെയ്തു. അതെ, ഷോപ്പിൽ നമുക്ക് കുറച്ചും കൂടി സമയം സേവ് ചെയ്യായിരുന്നു അല്ലേ. ഇതാദ്യം കണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് സമയം ഷോപ്പിങ്ങിൽ പോയി. നല്ല സ്പോട്ടാട്ടോ. ഇങ്ങനെ പുഴയോട് ചേർന്ന് ഒരു കല്ലെടുക്കണ്ടേ, ആ കല്ലുമ്മേങ്ങനെ ഇരിക്കണേ നല്ല രസമുണ്ട്. ആ മരത്തുമ്മേക്കൂടെ നടക്കാനും തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പം സമയമില്ല. അതുകൊണ്ട് ആ ഗൂസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതെ, അവിടെ ആ പുല്ലിലൊക്കെ ഇങ്ങനെ അവർ നിൽക്കുന്നുണ്ട്. ഈ ലേക്കിൻ്റെ അപ്പുറത്തേക്കൂടെ നമുക്ക് നടക്കാം, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ 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 കിസ്, ബൈ ബൈ. അക്വാറ്റിക് സ്പീഷീസ് അറ്റ് റിസ്ക്. ഇവിടെ ഈ ജീവികളൊക്കെ ഉണ്ട് ഈ പുഴയ്ക്കകത്ത്. നമ്മൾ വന്നത് ഇവിടെയാണ്. പിൻകോമ്പ് മിൽപോണ്ട്, അതാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റാർ ത്രോയ് കൺസർവേഷൻ ഏരിയയാണ്. ഇതിൻ്റെ ലെങ്ത്ത് 1.4 കിലോമീറ്റർ ഉണ്ട്, വിഡ്ത്ത് 2.1, ട്രയൽ വിഡ്ത്ത്. ഇതാണ് അതിൻ്റെ ഇത്. പിന്നെ നല്ലൊരു ഏരിയ ആട്ടോ, ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് വന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട്. എത്ര മിനിറ്റ് നടക്കാൻ നേരമുണ്ട് നിനക്ക്?
ഇവിടെ പ്രൈവറ്റ് റെസിഡൻസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് നമുക്ക് പിന്നെ ഇരിക്കാൻ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയോട് ഗോസിനോട് ഞങ്ങൾ ബൈ ബൈ പറയുന്നു. ബൈ ഗോസ്. ഇവിടെ അങ്ങനെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനൊന്നുമില്ല. പിള്ളേരൊക്കെ ഓടിപ്പോണ്ടൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്. ഫെൻസൊന്നും ഇട്ടിട്ടില്ല. ഈ ചെടികൾ മാത്രമേ ഇവിടെ ഫെൻസായിട്ടുള്ളൂ. വെള്ളത്തിലിറങ്ങാൻ അത്ര ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് താന്നു പോകും ചെളിയിലോട്ട്. മരത്തിൻ്റെ ഇടയ്ക്ക് സ്കുറിൽ പോലത്തെ ഒരു സാധനമാണ്. എക്സാക്റ്റ് പേര് ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയാം. നല്ല രസമുണ്ട് തിന്നണല്ലേ. എന്തോ അവനെ തിന്നാൻ കിട്ടിയിട്ടുണ്ട്. തിന്നുകൊണ്ടിരിക്കുകയാണത്. ഭയങ്കര സെൻസിറ്റീവായിട്ടോ. ഇവിടെ ഒരു ശബ്ദം കേട്ടതേ അവർ ഓടി. അപ്പം ഞങ്ങൾ ഈ ലേക്കിനോട് വിട പറയാണ്. ബൈ. അത് ഈ ഗൂസിന് അവരുടെ തന്നെ ടെറിട്ടറി ഉണ്ട്. അവർക്ക് ഒരു പേരേ ഉണ്ടാവുള്ളൂ, വേറെ ആയിട്ട് കൂട്ടുകൊടുത്തില്ല. അപ്പോൾ ഓരോരുത്തർ ഒരു ടെറിട്ടറി ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. അവിടേക്ക് വന്നിരിക്കും. ചിലപ്പോൾ ഇവിടെ വല്ല കൂടോ ഒക്കെ ഉണ്ടായി കാണും. ഓ, അവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. എന്താണ് വിഷയം? ഓടിച്ച് കളയാണ് എന്നിട്ട് കണ്ട. ഇപ്പോൾ ഞങ്ങൾ ഒരു നൈറ്റ് റൈഡിന് പോയി. അപ്പോൾ ആദ്യം പോർട്ട് സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു പോർട്ടിലേക്കാണ് പോയത്. അത് നൈറ്റിലാണ് ഞങ്ങൾ എത്തിയത്. സോ എല്ലാം വളരെ നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കാനഡയിലെ ലണ്ടനിലാണ്. ഓക്കെ, ഇതിങ്ങനെ ലേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഡാനി എൻ്റെ ഗൈഡാണെന്ന്. ഞാൻ ഇവരുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുണ്ടോ വെള്ളം? പോർട്ട് സ്റ്റാൻലി ഫെറി ടെർമിനൽ. ഇപ്പോൾ ഇവിടെ ബോട്ട് അടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൈവരി ഇല്ലാതൊക്കെ ഉള്ളത് ബോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ബോട്ടുകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഫിഷിങ്ങിനൊക്കെ പോണ ബോട്ടാന്ന് തോന്നുന്നത് അല്ലേ? ഓ ഓ, അപ്പോൾ ഈ ഇവിടെ സൈഡിൽ നിന്നിട്ട് വേണമെങ്കിൽ ഫിഷ് ചെയ്യാം അല്ലേ? സ്ലിപ്പ് ഇടും. ഈ ബോട്ടൊക്കെ കയറി വരുന്നൊരു ചെറിയ ഇതാണിത്. ഇവിടെ ഇപ്പോൾ ഇത് കണ്ട നമുക്ക് കടൽ പോലെ തോന്നും. ആക്ച്വലി ഇത് കടലല്ല, ഇത് ലേക്കാണ്. ഇവിടെ തിര വരുന്നതിൻ്റെ കാരണം എന്താ? പിന്നെ ബോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ. മഴ പെയ്തുകൊണ്ട് വെള്ളം കലങ്ങി കിടക്കണേ. അല്ലെങ്കിൽ വെള്ളം നല്ല ക്ലിയർ ബ്ലൂ ആയിട്ട് കിടക്കും. പിന്നെ ഇങ്ങനെ അതിലങ്ങനെ അങ്ങേ അറ്റം വരെ നടക്കാനുള്ള സൗകര്യമുണ്ട്. അതൊരു നല്ലൊരു ടൂറിസ്റ്റ് പോയിൻ്റാണ്. സീസണാകുമ്പോൾ ഇവിടെ ഒന്നും ആർക്കും അടുക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ഇരിക്കാനൊക്കെ. ഇത് സ്റ്റാൻലി പോർട്ട് ഇൻ ലണ്ടൻ. വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കാനഡയിൽ കാണാൻ പറ്റുമ്പോൾ. ഈ കാണുന്ന ഈ ലേക്ക് ഭയങ്കര ഡീപ്പാണ്. നമുക്ക് തോന്നും ചെറിയൊരു തോട് പോലെ. ഇറ്റ്സ് വെരി വെരി ഡീപ്പ്. കപ്പലൊക്കെ അടുക്കുന്ന സ്ഥലമാണ്. കപ്പൽ കെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആ യെല്ലോ കളർ കാണുന്നില്ലേ, അത് കപ്പൽ വന്നു കഴിയുമ്പോൾ കെട്ടി നിർത്താനുള്ളതാണ്. ആക്ച്വലി നല്ല ഒരു ഡേ ടൈമിൽ വന്നാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്.
അതാണ് മെയിൻ ബീച്ച്. ആ മഞ്ഞ മെറ്റലൊരു വലിയ ഹെവി സാധനമാണ്. അതുമേണ് ബോട്ടിൻ്റെ കപ്പലിൻ്റെ പള്ളിയൊക്കെ കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ കടലില്ലെങ്കിലും ബീച്ച് ഉണ്ടാവാം. ഇത് റിവറിൻ്റെ ലേക്കിൻ്റെ ബീച്ചാണ്. ഇത് സെൻറ്റ് തോമസ് ടൗണിലെ ഒരു ട്രെയിനിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ടുണ്ട്, അത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. റോഡിലുണ്ട്, നമ്മൾ അങ്ങനെയാണ് പോണേ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കൺട്രി സൈഡിലേക്കുള്ള റൈഡ്, ഞങ്ങൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല പെരുമഴ വന്നു. റോഡൊക്കെ കണ്ടാൽ ആക്ച്വലി ഇതൊരു തോട്, ഒരു കനാൽ പോലെയൊക്കെ ഉണ്ട്. മഴ വന്നിട്ടുള്ള റിഫ്ലക്ഷനാണത്. ഭംഗിയുണ്ട് കാണാനായിട്ട്. സൈഡ് മുഴുവൻ കാടാണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ. നമ്മൾ കാനഡയിലെ ലണ്ടനിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ലണ്ടൻ ടൗൺ നൈറ്റ് റൈഡിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഡേ ടൈമിൽ ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. മിക്ക കടകളും തന്നെ അടച്ചു. നമ്മുടെ UK ലണ്ടൻ പോലെ അല്ല കേട്ടോ അത്. ഇത് ചെറിയൊരു സിറ്റിയാണ്. പക്ഷേ ലണ്ടൻ്റെ ബൗണ്ടറിയിൽ നമ്മൾ കേട്ടുള്ളൂ കേട്ടോ. പ്രോപ്പർ സിറ്റിയിലേക്ക് ഇനി ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ട്രാഫിക്കും കാര്യങ്ങളും ബിസിയൊക്കെ കാണാൻ തുടങ്ങും. ലണ്ടൻ ഹെൽത്ത് സയൻസും ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, വലിയ ഹോസ്പിറ്റലാണുള്ളത്. പാർക്കുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മെൻ്റൽ ഹെൽത്ത് ആണ്. ഇവിടെ നിന്ന് ക്രൈംസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ലണ്ടൻ ടൗൺ ആണെങ്കിലും നമ്മൾക്കധികം ഇവിടെ കടകളൊക്കെ അടച്ചുകൊണ്ട് ഇച്ചിരി ലൈറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടല്ലേ. അത് ബസ് ടെർമിനൽ അല്ലേ. ഇത് ഫ്ലാറ്റുകളാന്ന് തോന്നല്ലേ, ഫ്ലാറ്റുകൾ ആളുകൾ താമസിക്കുന്നത്. ഇതിപ്പോൾ ഒരു ലണ്ടൻ ലുക്കൊക്കെ ഉണ്ട്, പ്രോപ്പർ ലണ്ടൻ ലൈറ്റും കാര്യങ്ങളും. കടകളൊക്കെ സ്റ്റിൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നു ചിലതൊക്കെ. പ്രത്യേകിച്ച് ഫുഡിൻ്റെ ഒക്കെ ആയിരിക്കും ഓപ്പൺ കൂടുതലായിട്ട്. കാനഡ ലൈഫ് പ്ലേസ്, കിങ് സ്ട്രീറ്റ്, ഇതൊക്കെ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ. എന്തിൻ്റെ ഈ ഗെയിംസ് ഒക്കെ നടന്ന അറീനയല്ലേ, ഐസ് ഹോക്കി, ഈ കാണുന്നതിൻ്റെ ഉള്ളിലോട്ടുള്ളത്. ഇതൊരു ഫാർമേഴ്സ് മാർക്കറ്റ് പോലെ സംഭവം മാർക്കറ്റാണ്. ആ ഓ, അവിടെ ഒരു ക്ലോക്കൊക്കെ ഉണ്ടല്ലോ. കിൻസി ലേക്ക്, അതിൻ്റെ ഹോട്ടലിൻ്റെ പേരതല്ലേ, കിൻസി ലേക്ക്. ഇതൊരു ഫാർഹി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര റിയൽ എസ്റ്റേറ്റ് മാൻട്രിക്കാണ്. അവരിങ്ങനെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ലണ്ടൻ മ്യൂസിയം ഒക്കെ ഉണ്ട്. കാനഡയിലെ കാര്യങ്ങളായിരിക്കും അല്ലേ. ഈ മ്യൂസിയം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാനഡയിലെ ലണ്ടൻ സ്ട്രീറ്റിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. ഇവിടെ ഈ ലൈറ്റ്സ് ക്രിസ്മസ് ടൈം വരുമ്പോഴേ മുഴുവൻ ലൈറ്റ് ലണ്ടനിലും ലണ്ടനാണിത്. ഞങ്ങൾ വണ്ടിക്കകത്തായിട്ട് എങ്ങനെയൊക്കെയും ഇച്ചിരി ഷേക്കും കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ ഫുഡ് കിട്ടുമല്ലോ. ചൈനീസ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണല്ലേ.
അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഇവിടെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് വളരെ കൂടുതലാണ്. അതിനൊക്കെ അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പാർട്ട്മെന്റ്സ് അല്ലേ? ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? $2500 ഒക്കെ ഉണ്ടോ? അക്കോമഡേഷൻ റെന്റ് ആണെങ്കിലേ ഇത് കാനഡ ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്, സർവീസ് കാനഡ. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇപ്പൊ പക്ഷെ കയറാൻ പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ വെള്ളിയാഴ്ച വരാൻ നോക്കും. ബസ്സിലേക്ക് ഷോപ്പൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുണ്ട്. ഇതൊക്കെ അടച്ചു. അല്ലെങ്കിൽ ഡൗൺ ടൗൺ തിരക്കിയ സമയത്ത് വെള്ളിശനിക്ക് വന്ന് ഇവിടെ ഭയങ്കര ഇപ്പൊ തിരക്കാണ്. ഞങ്ങൾ ഈ സമയത്താണ് ഇത്ര നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ടൊന്നും ആക്ച്വലി നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വീക്കെൻഡ്സ് വരുന്നു. ഇവിടെ ഫേമസ് പാർക്കാണ് വിക്ടോറിയ പാർക്ക്, റൈറ്റ് സൈഡിൽ. അത് വിക്ടോറിയ പാർക്ക്. ഡേ ടൈമിൽ വന്നാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നൈറ്റ് വ്യൂവിന് ഇറങ്ങിയത് ഞങ്ങൾ. അതിങ്ങനെ കുറേ കിലോമീറ്റർ ഉണ്ടല്ലോ. ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റിയാണത്. ലണ്ടനിലത്തെ ബിഗ്ഗസ്റ്റ്, കാനഡയിലത്തെ ബിഗ്ഗസ്റ്റ് ആയിരിക്കില്ല. അതൊക്കെ റൈറ്റ് സൈഡിലൊക്കെ യൂണിവേഴ്സിറ്റി. മെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ എവിടേക്ക് ക്യാമ്പസിലേക്ക് ഒന്ന് കയറിയതാണ്. ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലൊരു നൈറ്റ് റൈഡിന് വന്നതാണ്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്കൊന്ന് കയറിയതാണ്. ഇതാണ് ലണ്ടനിലെ, കാനഡയിലെ ലണ്ടനിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. കാണുന്ന മൊത്തം അതിൻ്റെ ക്യാമ്പസാട്ടോ. വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ക്ലോക്ക് ടവറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നാളെ പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും വരാം. ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അമ്മയുടെ അറിവുകളിൽ ഇന്നത്തെ നൈറ്റ് റൈഡ് വിശേഷങ്ങൾ